22 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ ബൈക്കിലൂടെ വന്ന് കാഷ്വാലിറ്റിന്റെ മുന്നിലേക്ക് നിൽക്കുന്നു. നിന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് നെഞ്ചുവേദനയാണ്. ഡോക്ടറുടെ മുമ്പിൽ നിന്ന് ECG മറ്റുള്ള സംവിധാനങ്ങളും എടുക്കാൻ വേണ്ടി നമ്മുടെ കട്ടിലേക്ക് കിടക്കാൻ വേണ്ടി ഡോക്ടർ പറയുന്നതിൻ്റെ 2 അടി വെച്ചപ്പോഴേക്കും ആ മനുഷ്യൻ നിലത്ത് വീഴുകയാണ്. വയസ്സ് 22, മരണപ്പെടുകയാണ്. അഹങ്കരിക്കാൻ ഒന്നുമില്ല മക്കള്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ നാം ഒക്കെ മനസ്സിലാക്കണം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു അസുഖം നമ്മളൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഹാർട്ട് അറ്റാക്ക്? ഉസ്താദുമാരെ ഇരുത്തിക്കൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പ്രയാസമുണ്ട്. എന്നിരുന്നാലും ഏതാനും 1-2 വിഷയങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. ഞാൻ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പഠിക്കേണ്ടതുള്ളത് കൊണ്ട് മഞ്ചേരിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഹാർട്ട് അറ്റാക്കായ ആളുകളെ എന്താണത് സംഭവിക്കുന്നതെന്ന് എനിക്കത് കാണണം. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു, അല്ല അതിനിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം ഉണ്ടോ ചോദിച്ചു. അപ്പം അതൊക്കെ ചോദ്യം നമുക്ക് വരും. കാരണം അവിടെ അന്യ സംസ്ഥാനക്കാർ മരണപ്പെട്ടാലും ആളില്ലാത്ത ആളുകൾ മരിച്ചാലും ഒക്കെ കോളി നമ്മളെ സാന്ത്വനത്തിൻ്റെ ഓഫീസിലേക്കാണ് വരിക. അപ്പം ഞാൻ പറഞ്ഞു, നാളെ ഒരു ഹിന്ദിക്കാരൻ്റെ മയ്യത്തുണ്ട് സാറേ, ഞാനത് ചെയ്യണ സമയത്ത് നൗഫലിനെ വിളിക്കാം. അങ്ങനെ സാറത് വിളിച്ചു. അത് പോസ്റ്റ്മോർട്ടം ചെയ്യണ സമയത്ത് എന്നെ വിളിച്ചു. ഞാൻ മോർച്ചറിയിലേക്ക് കയറുക. അവിടെ നമ്മൾ ഈ കന്നുകാലികളെ അറുത്തിട്ടതുപോലെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ മനുഷ്യ ഹൃദയം വെട്ടിപ്പൊളിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു ഞരമ്പ് കാണിച്ചു തന്നപ്പോഴാണ് ആരാണ് നമ്മൾ, അഹങ്കരിക്കാൻ എന്ത് വകയാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലായത്. ഒരു നൂലിൻ്റെ വണ്ണമുള്ള ഒരു ഞരമ്പിലൂടെ പോകുന്ന ബ്ലഡ്, അതിൽ ഒരു ചായപ്പൊടി പോലത്തെ ഒരു സാധനം കുടുങ്ങിയാൽ ഹാർട്ട് അറ്റാക്ക്, മരണം. പഴയ കാലമൊന്നുമല്ല. പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് ചെന്ന് നോക്കണമെങ്കിൽ, നമുക്ക് കൈയും വാലും മറക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആതുര സംവിധാനത്തിലേക്ക് ഇറങ്ങണം. ആദ്യകാലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മാരകമായ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു അസുഖവും തന്നെ നമ്മളെ ആരെയും പരീക്ഷിക്കാതിരിക്കട്ടെ. വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ. പഴയ കാലത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടേബിളിൻ്റെ അവസ്ഥ എന്താണ്? ഈ 2 ഭാഗത്ത്, മനുഷ്യൻ്റെ ഈ 2 ഭാഗത്ത് അടിച്ചാൽ ഈ 2 ഭാഗം ഓപ്പൺ ബേസ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഉളി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ പോസ്റ്റ്മോർട്ടം മാറിയിരുന്നു. ഇപ്പം ന്യൂ ജനറേഷൻ ട്രെൻഡിലേക്ക് മാറി. ന്യൂ ജനറേഷനിലേക്ക് മാറിയപ്പോൾ നമ്മളൊക്കെ കരുതി മനുഷ്യരുടെ വേഷവിധാനത്തിൽ മാത്രമാണോ മാറിയത്? അല്ലട്ടോ, എല്ലാ വിഷയത്തിലും മാറിയിട്ടുണ്ട്. ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 2 ശബ്ദമേ കേൾക്കുള്ളൂ. ഒന്ന് നമ്മുടെ സൗണ്ട്, നമ്മളെ കട്ടറുണ്ട്, നമ്മളെ ടൈൽസൊക്കെ കട്ട് ചെയ്യുന്ന കട്ടർ, ഡിവാൾട്ടിൻ്റെ ഒരു സാധനമാണ്.